മച്ചാന്മാരെ നമസ്കാരം. ഭാര്യക്കും നമുക്കും വേണ്ടി ഒരു ക്ഷേത്ര ദർശനം ഒരു ഇന്നത്തെ പരിപാടി. ആൾക്ക് വേണ്ടി ഒരു ചരട് പൂജിക്കണം. അപ്പം ഞാനും ഒരു ചരട് അങ്ങ് പൂജിച്ച്. അപ്പം എന്തായാലും ആൾക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ല, പ്രഗ്നൻ്റ് ആണ്. കാരണവന്മാരൊക്കെ പറയണത് 7 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനം പാടില്ല എന്നാണ്. അപ്പോൾ എന്തായാലും കുട്ടിയൊക്കെ ആയതിനു ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെ പോകാമെന്നാണ് പറയണത്. അങ്ങനെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കൊക്കെ ലംഘനം വരുത്തണ്ടെന്ന് വിചാരിച്ച് നമ്മൾ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ മേടിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് വീട്ടിലോട്ടുള്ള യാത്രകൾ അങ്ങനെ ആരംഭിച്ചു. എന്താണെന്നറിയാം, നമ്മൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അത് എനിക്കും കിട്ടിയിട്ടുണ്ട്. പോസിറ്റീവ് എനർജി എന്തോരം ഉണ്ടെന്നുള്ളത് മിററിൽ നോക്കിയിട്ടാണ്. നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ കൂടിയാണ്. കൊണ്ടാട്ടി എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചാൽ ഇട ദിവസങ്ങളിലെ പുട്ടിൽ നിന്ന് വിരാമം വിട്ടുകൊണ്ടാണ് നമ്മുടെ വീട്ടിലെ അടുത്തൊരു അതിഥി വന്നാക്കണത്. ഇടിയപ്പവും മുട്ടക്കറി ആയിരുന്നു സ്പെഷ്യലി. എന്തായാലും അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മ അങ്ങോട്ട് ഹാപ്പി ആയിട്ട് കഴിച്ചിട്ടാ. അങ്ങനെ നമ്മുടെ കൂടെ ഇരുന്ന് പൊണ്ടാട്ടിയും ഫുഡ് കഴിച്ചിട്ടാ. അവളും ഹാപ്പി, നമ്മൾ ഹാപ്പി. ഇതിൻ്റെ എല്ലാം പുറമെ നമുക്കൊരു പണി വെച്ചിട്ടുണ്ടായിരുന്നിട്ടാ. ആ പണിയാണത് ഈ പണി. ഇതെന്തായാലും നമ്മൾ തന്നെ ചെയ്യണമെന്നുള്ളത് നിർബന്ധം വരുന്നു. പിന്നെ ചായ കുടിച്ചൊരു ഇൻട്രസ്റ്റിൽ നേരെ അങ്ങോട്ട് പണി അങ്ങോട്ട് ആരംഭിച്ച്. എന്താ ചെയ്യുക.